രാജ്യത്ത് പ്രഖ്യാപിക്കുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് മുസ്ലിമുകളെ മാറ്റി നിർത്തുന്നത് എങ്ങനെ ശരിയാകും? അവരും മനുഷ്യരല്ലേ? മോദിയുടെ നിഗമനത്തിൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, മുസ്ലിങ്ങൾ എങ്ങനെയും ജീവിച്ചോട്ടെ എന്നാണ്. രാജ്യം ഭരിക്കുന്നവർ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് വലിയ ക്രൂരതയായി മാറുന്നു. എന്നാൽ കോൺഗ്രസ് ജനങ്ങളെ കാണുന്നത് മനുഷ്യരായിട്ടാണ്. അധികാരത്തിലേറിയാൽ ബജറ്റിന്റെ 15% മുസ്ലിങ്ങൾക്കായി നീക്കിവെക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതിൽ തെറ്റെന്താണ്? പക്ഷേ മോദി ഇതിനും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി. ഈ വിഷയം മോദി വളച്ചൊടിച്ചിരിക്കുകയാണ്. മുംബൈയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ ഈ വിഷയത്തിൽ മോദി കോൺഗ്രസിന് നേരെ വിമർശനം ഉന്നയിച്ചു. മോദി പറഞ്ഞത് ഇങ്ങനെയാണ്: രാജ്യത്തിന്റെ വിഭവങ്ങളിൽ മുസ്ലിങ്ങൾക്കാണ് ആദ്യ അവകാശമെന്ന് കോൺഗ്രസ് സർക്കാർ തുറന്നു പറഞ്ഞിരുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതു പറഞ്ഞ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ എന്റെ എതിർപ്പ് ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസും സഖ്യകക്ഷികളും അത് അനുവദിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേകം ബജറ്റും 15% മുസ്ലിങ്ങൾക്കായി നീക്കിവെക്കാനുമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ പദ്ധതികൾ താൻ തുറന്നു കാട്ടുകയാണെന്നും തനിക്ക് സ്വന്തം പ്രതിച്ഛായയേക്കാൾ രാജ്യത്തിന്റെ ഐക്യമാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ഇന്ത്യൻ സഖ്യവും കോൺഗ്രസിന്റെ രാജകുമാരനും മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. കർണാടക അവരുടെ പരീക്ഷണശാലയാണെന്നും മോദി തുറന്നടിച്ചു. കർണാടകയിലെ മുസ്ലിങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് OBC ക്വാട്ടയിൽ ഉൾപ്പെടുത്തി. ഇത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പാക്കാൻ കോൺഗ്രസ് പദ്ധതിയിട്ടു. കോൺഗ്രസും ഇന്ത്യ ഗ്രൂപ്പും അധികാരത്തിൽ വന്നാൽ അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കും. രാഹുലും ഇന്ത്യൻ സഖ്യവും പ്രീണനത്തിന്റെ പഴയ കളിയാണ് കളിക്കുന്നത്. അവർ സംവരണത്തിനായി നോക്കുകയാണെന്നും മോദി തുറന്നടിച്ചു. ഏതായാലും കോൺഗ്രസിനു നേരെ ഓരോ ആയുധങ്ങൾ ദിനംപ്രതി പ്രയോഗിക്കുകയാണ് നരേന്ദ്രമോദി. ഹിന്ദുത്വം മാത്രം ലക്ഷ്യമാക്കി തന്നെയാണ് മോദിയുടെ പ്രവർത്തനങ്ങൾ. പലപ്പോഴും കാര്യങ്ങൾ വളച്ചൊടിച്ച് കോൺഗ്രസിന് ശ്വാസം മുട്ടിക്കുകയാണ് BJP. അതേസമയം മുംബൈയിലെ 6 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 5ാം ഘട്ടത്തിലാണ്. മുംബൈ നോർത്ത്, മുംബൈ നോർത്ത് വെസ്റ്റ്, മുംബൈ നോർത്ത് ഈസ്റ്റ്, മുംബൈ നോർത്ത് സെൻട്രൽ, മുംബൈ സൗത്ത് സെൻട്രൽ എന്നിവയാണ് സീറ്റുകൾ. ധൂലെ, ദിൻഡോരി, നാസിക്, കല്യാൺ, പാൽഘർ, ഭിവണ്ടി, താനെ എന്നിവയാണ് 5ാം ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ മഹാരാഷ്ട്രയിലെ മറ്റു മണ്ഡലങ്ങൾ. മഹാരാഷ്ട്രയിൽ 48 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 25-ൽ 23 സീറ്റും BJP നേടിയപ്പോൾ അവിഭക്ത ശിവസേന 23-ൽ 18 സീറ്റാണ് നേടിയത്.